സൈന, ഞാൻ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ട്. അപ്പോൾ ഓൻ എന്നോടൊരു വിഷയം പറഞ്ഞു. ഓൻ്റെ വീട്ടിൽ ബക്കറ്റിൽ ഒരു നായ തലട്ട്. ഓൻ്റെ ഭാര്യ എന്ത് ചെയ്തിക്കണ്, സോപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിയാണ്. എന്നിട്ട് ശുദ്ധിയാവുമെന്ന് ചോദിക്കണം. ഞാൻ പറഞ്ഞു മണ്ണിട്ട് കഴുകിയാണ് ശുദ്ധിയാ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഇത് 2026 നബീതെ, മണ്ണിട്ട് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല, ഇപ്പോൾ തന്നെ വിപണിയിൽ ഒരുപാട് നല്ല സോപ്പുകളൊക്കെ ഉണ്ടെന്നാണ് അവൻ പറയുന്നത്. മണ്ണുകൊണ്ടും സോപ്പ് കൊണ്ടും കഴുകുന്ന സമയത്തുള്ള വ്യത്യാസം ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞത്. നമ്മുടെ മണ്ണിലടങ്ങിയിരിക്കുന്ന ആൻറ്റിബയോട്ടിക് ടെട്രാസൈക്ലിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക് സോപ്പിനെ അപേക്ഷിച്ച്, സോപ്പിൽ നമുക്കറിയാം അതിൻ്റെ ശാസ്ത്രീയ വശം നമുക്ക് ഗൂഗിൾ ചെയ്താലൊക്കെ കാണാം, 50 മുതൽ 60% വരെ എന്താവുള്ളൂ, അതിലുള്ള അണുക്കൾ ചത്തുപോവുകയുള്ളൂ. സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആണ്. അതിലുള്ള ഒരു മ്യൂസിൻ എന്ന് പറയുന്ന ഒരു പാട, ആ പാടയുടെ ഉള്ളിൽ എന്താവും, സോപ്പിട്ട് കഴുകിയാലും ലക്ഷക്കണക്കിന് ബാക്ടീരിയ അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കും. പക്ഷേ ഈ മണ്ണിൽ അടങ്ങിയിരിക്കുന്ന ടെട്രാസൈക്ലിൻ പോലത്തെ ആൻറ്റിബയോട്ടിക് 99% എന്താക്കുന്നുണ്ട്, ബാക്ടീരിയകളെ മൊത്തമായിട്ട് എന്താക്കുന്നുണ്ട്, നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ബാക്കി ഒരു ശതമാനമാണ് നമുക്ക് ബാക്കി കാണുന്നത്. അത് നമ്മൾ ബാക്കിയുള്ള 6 തവണയോടി കയറുന്ന സമയത്ത് എന്താകും, പൂർണ്ണമായി നഷ്ടപ്പെടും. അത് ശാസ്ത്രീയമായിട്ടും പ്രൂവ്ഡ് ആണ്. സഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ നിബിധങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. 7 പ്രാവശ്യം കഴുകുകയും അതിലൊന്ന് മണ്ണ് കലർത്തിയ വെള്ളം കൊണ്ടാകുന്ന സമയത്ത് അത് പൂർണ്ണമായിട്ട് എന്താണ്ട് ശുദ്ധിയാകുന്നുണ്ട് എന്ന് നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ നായയുടെ ഉമിനീര് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏകദേശം 400-ലധികം വ്യത്യസ്തമായ ബാക്ടീരിയകളുണ്ട്. ചില ബാക്ടീരിയകൾ നമ്മുടെ ബ്ലഡിൽ മിക്സായി കഴിഞ്ഞാൽ ഏത് ഭാഗത്താണോ മിക്സ് ആയത് ആ ഭാഗത്തെ ശരീരം നിലച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതായത് നല്ലൊരു പവർഫുള്ളുള്ള മൈക്രോസ്കോപ്പ് എടുത്തിട്ട് നമ്മൾ നായയുടെ ഒരു ചെറിയ ഉമിനീര് അതിൽ വെച്ച് നോക്കി കഴിഞ്ഞാൽ 50 ലക്ഷം മുതൽ 6 കോടി വരെ ബാക്ടീരിയകളാണ് അതിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന കെമിക്കലിനെക്കാട്ടിലും നല്ല ഔഷധമുള്ള കാര്യങ്ങൾ മണ്ണിലുണ്ട് എന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മെ പഠിപ്പിച്ചു തന്നത്.